വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അജീസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മാംഗ്ലൂർ സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സുക്കയാണ്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ, കമൻറ്റ്, ലൈക്ക് ചെയ്യാനും മറക്കല്ല. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ സുക്കയ്ക്ക് വേണ്ടി ഞാനിവിടെ 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ചിക്കനാണിത്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 10-12 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉലുവ, കുറച്ച് കുരുമുളക്, ഗ്രാമ്പു, പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകം കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പെരുംജീരകം നമുക്ക് വേണം, കുറച്ച് മഞ്ഞൾ പൊടി, പിന്നെ ഒരു 4 സ്പൂൺ മല്ലി, പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ ഇവിടെ 2 സൈസ് മുളക് ഞാൻ എടുത്തിട്ടുണ്ട്, കാശ്മീരി ചില്ലിയും ഡ്രൈ ചില്ലിയും. പിന്നെ കൂടെ ഒരു ചെറിയ കഷ്ണം പുളി എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 4 സവാള കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു തേങ്ങ ഫുള്ളായി ചിരകിയതാണിത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഈ തേങ്ങ വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ തേങ്ങ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ മല്ലി ഒന്ന് വറുത്തെടുക്കണം നമുക്ക്. ഇതിലേക്ക് നമ്മുടെ ഉലുവ ഇട്ട് കൊടുക്കാം, ജീരകം, പെരുംജീരകം, നമ്മുടെ കുരുമുളക്, ഗ്രാമ്പു, പട്ടയും കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അടിയിൽ പിടിക്കാതെ നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് കളർ മാറി വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന 2 സൈസ് മുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ, അതിൽ നിന്നൊരു പകുതിയോളം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമുക്കൊന്ന് വാടി കിട്ടിയാൽ മതിയാവും. ഇതിപ്പോൾ നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. ഇത് നമുക്കിപ്പോൾ ഒന്ന് അരച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. തണുത്തതിന് ശേഷം അരച്ചാൽ മതിയാകും. നമുക്കിത് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ജാറിലേക്ക് ഇട്ട് നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇതിലേക്ക് നമ്മൾ തേങ്ങ വറുത്തതുണ്ടല്ലോ, അതിൻ്റെ ഒരു പകുതി കൂടി ഇട്ട് കൊടുക്കണം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാനിതിലേക്ക് പുളി ഇടാൻ മറന്നുപോയായിരുന്നു. ഇപ്പം ഞാൻ പുളി ഇട്ട് ഒന്നുകൂടി അരച്ചിട്ടെടുത്തുകൊണ്ട് വരാം. ഒരു പാൻ ചൂടാക്കാൻ വെക്കുകയെ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള സവാളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വൃത്തിയാക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ബാക്കി വന്നതുണ്ടല്ലോ, അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം.
അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഒന്നുകൂടി അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പം പറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങയുണ്ടല്ലോ, അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം ഇതിങ്ങനെ വയ്ക്കാം. അടച്ചൊരു 5 മിനിറ്റ്സ് വേണ്ട, ഒരു 2 മിനിറ്റ്സ് വെച്ചാൽ മതിയാകും. അപ്പം നമ്മുടെ ചിക്കൻ സുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കൂട്ടാൻ ഇത് നല്ലൊരു ഗ്രേവിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ, കമൻറ്റ്, ലൈക്ക് ചെയ്യാനും